നോക്കാം. വിടുന്നില്ല. ആ പുള്ളിക്കാരൻ ഉറപ്പായിട്ടും അതൊരു സ്ത്രീയാണെന്ന്. അത് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കറക്റ്റാണ്. അതിനകത്ത് പരാതി ഇല്ല എങ്കിൽ പോലീസിനോട് ഒന്നും പറയാനില്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കഴിഞ്ഞ ദിവസം, അതായത് ഒരു 4 ദിവസത്തിന് മുമ്പാണ് കെ വി ഗണേഷ് കുമാറിൻ്റെ ഒരു വാർത്ത നമ്മൾ കണ്ടത്. അതായത് നമ്മുടെ BJP പ്രവർത്തകർ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും സംവദിക്കുകയും പുള്ളിക്കാരൻ ഒരു BJP പ്രവർത്തകനെ നേരിട്ട് തോളിൽ കൈ കിട്ടുള്ള സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു വിഷ്വലിൻ്റെ അവസാനം അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം. ആ സംഭവം നടന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ ആൾക്കാരും പെട്ടെന്ന് ആ ഒരു ഒരു സ്ത്രീയോട് ഇങ്ങനെ കാണിക്കുന്നത് ഇറങ്ങി തിരിച്ചു. അവർക്ക് എല്ലാവർക്കും ഒരു ട്വിസ്റ്റ് അടിപ്പിക്കുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്യാം. ആദ്യം ഈ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തുവാണ് ഇത്? അതിനകത്ത് ഏറ്റവും കൂടുതൽ ആ വീഡിയോക്കകത്ത് ചർച്ച ചെയ്തതും മൊത്തത്തിൽ വന്നതും ട്രോളുകൾ ഇറങ്ങിയത് മൊത്തം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കറക്റ്റായിട്ട് ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് ഇടയിടെ എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് പ്ലേ ചെയ്യാം. ഇവിടെ മുതലാണ് സീൻ സ്റ്റാർട്ടിങ്. നിങ്ങൾ കണ്ടോളൂ. അതായത് ഈ സമരം നടത്തുന്ന പ്രതിഷേധ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നൊരു കാര്യം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാം. ആദ്യം ഒരു BJP പ്രവർത്തകൻ ഈ ഒരു സ്ത്രീയുടെ അഥവാ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ശരീരത്തിലേക്ക് കൈവയ്ക്കുന്നു. തൊട്ടടുത്ത് നിന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഒരു പുള്ളിക്കാരനെ തള്ളി മാറ്റി അയാളെ അങ്ങ് വിടുന്നു. തൊട്ടടുത്ത് നിന്ന് പിന്നാലെ വേറൊരു ബ്ലൂ കളർ ഷർട്ട് ഇട്ട ഒരാൾ വരുന്നു. അതാ ഇനി മുതൽ ആളുടെ പിടുത്തം ശ്രദ്ധിക്കുക. പുള്ളി പിടിച്ചിട്ടുണ്ട്, അയാളെ വേറൊരു പോലീസ് പിടിച്ചിട്ടുണ്ട്. ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരു ഒരു ഭയങ്കര ഒരു ഇത് നടക്കുന്നിടത്ത് വെച്ചിട്ടാണ്. അതായത് ശക്തമായ പ്രതിഷേധം നടക്കുന്നതിനിടയ്ക്കാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ഓക്കെ, നോക്കാം. വിടുന്നില്ല. ആ പുള്ളിക്കാരൻ ഉറപ്പായിട്ടും അതൊരു സ്ത്രീയാണെന്ന്. കാരണം ഈ ബാക്ക് സൈഡിൽ ഈ മുടി കെട്ടി വെച്ചിട്ടുണ്ട്, കണ്ടാലും മനസ്സിലാകുന്നുണ്ട് അത് സ്ത്രീയാണെന്നറിയാം. പക്ഷേ മറ്റേ പുള്ളിക്കാരൻ്റെ പിടിയെക്കാട്ടിൽ സ്ത്രീയുടെ ഈ നമ്മുടെ ഈ ഒരു ലേഡി പോലീസിൻ്റെ ഉദ്യോഗസ്ഥയുടെ ശരീരത്തിലേക്കാണ്. അവർ സ്റ്റാറൊക്കെ ഉള്ളവരാണ്, എനിക്ക് തോന്നുന്നു ഒരു മേലുദ്യോഗസ്ഥയാണ്. ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഓക്കെ, വിടുന്നില്ല. അവർ പിടി കിട്ടിയാൽ നോക്കുന്നു. എന്നിട്ട് അവരെ തൂക്കിയെടുത്ത് വണ്ടി കയറ്റുന്നു. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓക്കെ, ഡെയിലി എന്നുള്ളൊരു കമൻറ്റ്, എൻ്റെ ഒരു കമൻറ്റ് കിടപ്പുണ്ട് കേൾക്കാൻ. ഓക്കെ, അത് ഇവിടെ ഗണേഷ് കുമാറിൻ്റെ ആ ഒരു സാധനം ഇവിടെ വേണം ജസ്റ്റ് കാണിച്ചു തരാം. ഗണേഷ് കുമാർ അതിനകത്ത് നിന്ന് ഒരാളെ വിളിച്ച്, ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം. അവർക്ക് ടെമ്പററി നമ്പർ ഇട്ട് കൊടുത്ത മുനിസിപ്പാലിറ്റിയാണ്, കോടതിയല്ല. ഈ കെട്ടിടത്തിന് നമ്പർ ഇട്ടാത്ത മുനിസിപ്പാലിറ്റിയാണ്. നിങ്ങൾ അതിൻ്റെ ഓക്കെ, അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, അവിടുത്തെ MP ഉണ്ട്. ഓക്കെ, MLA MP ഒക്കെ സാന്നിധ്യത്തിലാണ് ഈ മന്ത്രി കൂടെ ആയിട്ടുള്ള കെ വി ഗണേഷ് കുമാർ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് BJP പ്രവർത്തകനെ അവരുടെ പ്രതിഷേധ പ്രകടനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അവരോട് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ സ്വാഗതാർഹമാണ്. ജനപ്രതിനിധികൾ ഇങ്ങനെയാണ്, ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാതെ ജനങ്ങളോടും അവരോട് വിമർശനം ഉന്നയിക്കുന്നവരോട് ഇച്ചിരി സഹിഷ്ണുതായിട്ടുള്ള മനോഭാവത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യണം ഈ ഒരു കാര്യത്തിനകത്ത്. പക്ഷേ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി പോലീസിന് സംഭവിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അവരുടെ ശരീരത്തിലേക്ക് കൈവച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അവർ പറഞ്ഞ കാര്യം ഇന്നത്തെ ദിവസം ഇതേ പാലക്കാടിൽ നടക്കുന്ന ഒരു പ്രശ്നം. അതിനകത്ത് ഞാൻ ഈ രാഷ്ട്രീയം, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയം എനിക്കുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു അടിത്തറയിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഓപ്പോസിറ്റാണ്. എങ്കിൽ പോലും സീരിയസ്ലി ഞാൻ പറയാമല്ലോ, ഇയാൾ ഫ്യൂച്ചറിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു മിനിസ്റ്റർ ആവാൻ എന്തുകൊണ്ട് യോഗ്യനാണ്? എന്തുകൊണ്ട് ഒരു നല്ലൊരു മനുഷ്യനാണ് ആ ഒരു പാലക്കാട്ടുകാർ അവിടെ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. നല്ലൊരു പക്വതയുള്ളൊരു നേതാവ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികമില്ല. ചില വിവാദങ്ങളൊക്കെ അവർക്കെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്വതയോടുകൂടി എല്ലായിടത്തുള്ള ഒരു സമീപനം എടുക്കുന്നൊരു നേതാവാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു ഫ്യൂച്ചറാണ്, ഈ കോൺഗ്രസിന് ഒരു അസറ്റും കൂടിയാണ് ഇദ്ദേഹം. ഇനി ഇദ്ദേഹം പറയുന്നൊരു വിഷയത്തിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഇവിടെ ഈ ഒരു വിഷയത്തിൽ, അതായത് ഇന്നും BJPയുടെ മറ്റൊരു ഒരു പ്രശ്നമാണ്. അതായത് കോൺഗ്രസിൻ്റെ BJPയുടെ എന്തോ ഒരു മന്ദിരത്തിന്, ഒരു പൊതു മന്ദിരത്തിന് ഈ BJPയുടേതുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ പേരെന്തോ ഇട്ടു എന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് സമരത്തിലാണ്, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ സമരത്തിലാണ്. ആ സമരം നടത്തുന്നതിനിടയ്ക്ക് ഇവർ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെ തടയിടുകയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഞാൻ സാധാരണ പ്രവർത്തകനാണ്. ഞാൻ അടികൊണ്ടും ജയിലിൽ പോയി വന്ന സാധാരണ പ്രവർത്തകനാണ്. നേടെ എന്നെ അങ്ങനെ നേതാവെന്ന് നോക്കട്ടെ. നിങ്ങൾ സദ്ദാമിനെ അടിച്ചു, മൻസൂറിനെ അടിച്ചു.
മാഡത്തിന് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ഇതേ പറയുന്ന ആ ഒരു എന്താണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്താണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് വരാം. അയാൾ അവിടെ നിന്ന് മാറുന്നില്ല. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഒരു BJP-കാരൻ മോശമായിട്ട് കയറി പിടിച്ചു. നിങ്ങൾ കേസെടുത്തോ? നിങ്ങൾ കേസെടുത്തോ? RSS കേസെടുത്തോ? ശരിയാ, ഞങ്ങളെല്ലാവരും ഒന്നും പറയില്ല. കേരള പോലീസ് അവിടുത്തെ ആ ഒരു ലേഡി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥ അവർ പറഞ്ഞ വാക്ക് കേട്ടോ, പരാതി ഉണ്ടെങ്കിൽ എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തോളാം, നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ്. ഒരു പൊതുനിരത്തിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആ ഒരു വിഷയം നിങ്ങൾക്ക് നേരെ ഒരു പിടിച്ചു മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു പരിപാടിക്കിടയിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക്, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീയും പുരുഷനൊക്കെ തന്നെയാണല്ലോ ഉദ്യോഗസ്ഥയാണെങ്കിലും, അവരുടെ ദേഹത്തേക്ക് കടന്നു പിടിച്ച ആ ഒരു തരത്തിലൊരു പ്രവർത്തനം കാണിച്ചിട്ടുള്ള ഒരാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വർത്തമാനം കേട്ടോ, അത് വേണമെങ്കിലൊക്കെ നമ്മൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്നുള്ള കാര്യം അത് നിങ്ങളിവിടെ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ പറയാം. കേൾക്കുക, ഒന്നുകൂടെ കേൾക്കുക, അദ്ദേഹം പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കാം. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഒരു BJP-കാരൻ മോശമായിട്ട് കയറി പിടിച്ചു. നിങ്ങൾ കേസെടുത്തോ? നിങ്ങൾ കേസെടുത്തോ? എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് എനിക്ക് പരാതി ഉണ്ടെന്നുള്ള അതിൻ്റെ അർത്ഥം എന്താ? പരാതിയില്ല, അങ്ങനെയല്ലേ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുത്തോളാം എന്നുള്ളതാണ് ആ മേഡത്തിൻ്റെ സ്റ്റാൻഡ്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഒരു BJP-കാരൻ മോശമായിട്ട് കയറി പിടിച്ചു. നിങ്ങൾ കേസെടുത്തോ? നിങ്ങൾ കേസെടുത്തോ? RSS കേസെടുത്തോ? ശരിയാ, ഞങ്ങളെല്ലാവരും ഒന്നും പറയില്ല. കേരള പോലീസിനോട് ഒന്നും പറയില്ല. അതിൽ പരാതിയില്ല എങ്കിൽ കേരള പോലീസിനോട് ഒന്നും പറയില്ല. അത് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കറക്റ്റാണ്. അതിനകത്ത് പരാതി ഇല്ല എങ്കിൽ പോലീസിനോട് ഒന്നും പറയാനില്ല. ഓക്കെ, നമ്മുടെ ഈ ലോ ആൻഡ് ഓർഡർ അതിനെ നോക്കുന്ന എക്സിക്യൂട്ടീവ്സാണ് പോലീസ് എന്ന് പറയുന്നത്. ജുഡീഷ്യറിയിൽ അതിനുശേഷം നമ്മുടെ ഈ എല്ലാ ലോ ആൻഡ് ഓർഡർ നമ്മുടെ എല്ലാ നാട്ടിൽ ക്രമസമാധാന പരിപാലനമാണ് പോലീസിൻ്റെ മേലുള്ള പരിപാടി. അങ്ങനെയാണെങ്കിൽ അവർക്ക് മേൽ തന്നെ ഈ ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാൽ, അഥവാ ഒരു വാഹനം കൊണ്ട് തടയുകയോ അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് കയ്യോ കാലോ തട്ടുകയോ അല്ലെങ്കിൽ ഒന്ന് തള്ളുകയോ എന്ത് കാര്യം ചെയ്തിരുന്നാലും ആ ചെയ്യുന്നവനെ ജാമ്യമില്ലാ വകുപ്പ് പിടിച്ചിട്ട് ചുമത്തി അകത്തുള്ള എല്ലാ വകുപ്പുകളും അതിൻ്റെ പുറകെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ പല സമയങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ കൂടിയായിട്ടുള്ള വനിതാ ഉദ്യോഗസ്ഥരുടെ നേരെ ഒരുത്തൻ അങ്ങനെ അശ്ലീല ചുവയോടുകൂടി കാണിച്ചൊരു പ്രവൃത്തി, അവരുടെ ശരീരത്തിനകത്ത് ഇങ്ങനെ മുറുകെ പിടിച്ചൊരു കാര്യം സമൂഹത്തിൻ്റെ അകത്ത്, സമൂഹ മാധ്യമങ്ങളുടെ അകത്ത് മൊത്തം ആ ഒരു ലേഡി ഉദ്യോഗസ്ഥയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതിനെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യുന്നത് പോലത്തെ ഒരു വർത്തമാനമാണ് അവരിപ്പോൾ പറഞ്ഞേക്കുന്നത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ മറ്റൊരു വ്യക്തി, ഇപ്പം രാഷ്ട്രീയമല്ലാതെ ഒരു പൊതുസ്ഥലത്ത് ഒരു എന്തെങ്കിലും വിഷയം നടക്കുന്നു, ഇതേ പോലീസ് ഉദ്യോഗസ്ഥ അവിടെ പോയി പരിഹരിക്കാൻ ശ്രമിക്കുന്നിടയ്ക്ക് എവനെങ്കിലും ദേഹത്ത് ഇറങ്ങി കൈവയ്ക്കുന്നു എന്ന് കൈവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടുത്ത നിമിഷം അവൻ പുറത്തിറങ്ങി നടക്കുമെന്ന്? തോന്നുന്നുണ്ടോ? സോ ഇതെന്തൊരു ഏട്ടത്താപ്പാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പം അവിടെ ഒരു ഉന്നയിക്കപ്പെട്ടൊരു കാര്യം, അങ്ങനെ ഒരു കാര്യത്തിനകത്ത് പരാതി ഇല്ലാത്ത പോലീസിനോട് എനിക്കൊന്നും പറയാനില്ല എന്ന് രാഹുൽ മാങ്കൂട്ടെന്ന് പറയുന്നൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നേരെ വിപരീത ദിശയിലുള്ള രാഷ്ട്രീയമാണ്. പക്ഷേ ആ ആശയമുള്ള കോൺഗ്രസിനെ ഞാൻ അധികം വെറുക്കുന്നൊന്നുമില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഒരു വെറുപ്പൊന്നും എനിക്ക് കോൺഗ്രസ് പാർട്ടിയോടൊന്നും എനിക്കില്ല. പക്ഷേ ആശയപരമായിട്ടുള്ള കുറേ അധികം വിയോജിപ്പുകളുണ്ട്. എങ്കിൽ പോലും അവിടെ മതനിരപേക്ഷതയും നമ്മുടെ ജനാധിപത്യ ബോധമൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള രീതി ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു കാര്യം കാണിച്ചിട്ടുള്ളവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറായില്ല എന്ന് പറയുന്നത് എന്ത് നിരാശാജനകമാണ്. പരാതിയില്ല എങ്കിൽ കേരള പോലീസിന് ഒന്നും പറയില്ല. നിങ്ങൾ RSS ടൗൺ ഇങ്ങനെ വിട്ടുകൊടുക്കല്ലേ? അപ്പം മാഡത്തിന് പരാതിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ആർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിച്ചവരും അവർക്ക് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ട് കുറേ അധികം പോസ്റ്റ് ഇട്ടവരും ഒരു സ്ത്രീയെ ഇങ്ങനെ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കിലേക്ക് ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഇതൊക്കെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞവരെല്ലാവരും ഇളിഭ്യരായി എന്നുള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ. അതിനകത്ത് കമൻറ്റുകളുണ്ട്. ഇതിനകത്തൊരു കമൻറ്റ് നോക്കാം. ലേഡി പോലീസ് അരക്കെട്ടിൽ പിടിക്കുന്നവൻ
എവിടെയാണ് പിടിക്കുന്നത്, കൈതട്ടി മാറ്റിയിട്ടും അവൻ മാറ്റുന്നില്ല. പിന്നീട് ലേഡീസ് പോലീസ് തിരിഞ്ഞു നിന്ന് അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു പോലീസുകാരിയാണ്, ഞങ്ങൾക്ക് പരാതിയില്ല, എന്തൊരു കഷ്ടം, രാഹുൽ പൊളിച്ചു മുത്തേ എന്ന് പറയുന്നുണ്ട്. ഇല്ല, അതാ പറഞ്ഞേ, ഒരു പോലീസുകാരുടെ ദേഹത്ത് കൈവച്ചിട്ട് പോലും അവർക്ക് എതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സോ എന്തായിരുന്നാലും പൊളിച്ചിട്ടുണ്ട്. കയറി പിടിച്ചതിൽ പരാതിയില്ല. പഴയ എച്ചിൽ പൈക്കാരിയാണോ പൈക്കാരിയാണോ എന്ന് ചോദിക്കുവാണ്. എനിക്കറിയത്തില്ല. സോ എന്താ പറയാലും അടിപൊളിയായിട്ടുള്ള കാര്യം. മാഡം നന്നായി പിടിച്ചില്ലെന്ന് പറഞ്ഞു, അവനെതിരെ നടപടി എടുക്കുന്നു. മാഡം നന്നായി പിടിച്ചില്ലെന്ന് പറഞ്ഞു, അതൊക്കെ മോശമായിട്ടുള്ള കമൻറ്റാണ്. ഒന്നും കൂടി ഞെക്കി. ഓക്കെ, അത് അവൻ അവിടെ നിന്ന് കിടന്ന് തപ്പിയ സാധനം. ഓക്കെ, അത് മോശമായ കമൻറ്റാണ്. ഇതൊന്നും നമ്മൾ പറഞ്ഞതൊന്നുമല്ല, ആ കമൻറ്റ് ബോക്സിൽ കിടപ്പുള്ളതാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിനകത്തുള്ളതാണ്. നമ്മളാരും പറഞ്ഞതല്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമ്മളിത് പറഞ്ഞതിന് ശേഷം നീയൊക്കെ പറയോടാ ഇങ്ങനെ അനാവശ്യം പരത്തോടോ എന്നൊക്കെ പറയാം. നമ്മളാരും പറഞ്ഞൊന്നുമല്ല, അവിടെ കമൻറ്റ് ബോക്സിൽ കിടന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇവൾക്ക് നാണമില്ലേ, പരാതിയില്ലെന്ന് പറയാൻ നിങ്ങളൊരു നിയമപാലകയാണോ എന്നൊക്കെ പറയുന്നു. ഇവളെന്നുള്ളൊരു വാക്കുകളൊക്കെ അത് മോശമാണ് ഇങ്ങനെ പറയുന്നത്. അവൾക്കത് ഇഷ്ടപ്പെട്ടാണോ എന്നൊക്കെ പറയുന്നു. ചങ്കൂറ്റമുള്ള നേതാവ് രാഹുൽ. ഓക്കെ, ആലോചിച്ച് നോക്കുക, ജനങ്ങളുടെ അഭിപ്രായമാണ്. ഇതൊന്നും ഞാൻ പറയുന്നൊന്നുമല്ല. പെൺ പോലീസ് എന്താ ഇടങ്കോലിടുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നു. പൊതു മധ്യത്തിൽ വെച്ച് കുറ്റം ചെയ്തവരെ പരാതിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവർ എങ്ങനെ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ കാത്തു സംരക്ഷിക്കും? നല്ലൊരു ആപ്റ്റായിട്ടൊരു ക്വസ്റ്റ്യനാണ്. പൊതുമധ്യത്തിൽ വെച്ച് നടന്നിട്ടുള്ളൊരു കയ്യേറ്റത്തിന് പരാതിയില്ല, അല്ലെങ്കിൽ അതിന് വേണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നിടത്ത് വെച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇവിടുത്തെ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ പരിപാലിക്കുമെന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. ഇവൾ പിൻവാതിൽ വഴി വന്നതാകും എന്നൊക്കെ പറയുന്നു. എന്ന് നമുക്കറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല. കയറി പിടിച്ച മേഡത്തിന് പരാതിയില്ല എന്ന് പറയുന്നു. എല്ലാവരും ചിരിക്കുന്നു. പരാതി എടുക്കും നന്നായിട്ട്. ഓക്കെ. സോ എന്തായാലും പിടിക്കാൻ നിന്ന് കൊടുത്ത പോലീസ് എന്നൊക്കെ പറയുന്നു. അവരെ ഭയങ്കരമായിട്ട് മോശമായിട്ട് അപമാനിക്കുന്നതിനോടൊന്നും ഞാൻ യോജിക്കത്തില്ല, 100% ഇല്ല. സ്വന്തം ശരീരത്തിൽ മറ്റൊരുത്തർ കയറി പിടിച്ചിട്ട് പരാതിയില്ല എന്ന് പറയാൻ നാണമില്ലേ എന്ന് പറയുന്നു. അല്ല, എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ കേസ് എടുക്കും എന്നുള്ള കാര്യമാണ്. അത് കമൻറ്റ് പിഞ്ച് വെച്ചിരിക്കുന്നത്. ഒരുത്തൻ ഇന്ന് ജാക്കി വെച്ചില്ലേ, സബ്കാ സാത്ത് കൊതം കാ വികാസ്. ഓക്കെ. സോ ഇതാണ് അവസ്ഥ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യം, ഉന്നയിച്ച കാര്യത്തിന് 100% ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം അവിടെ ചോദിച്ച ചോദ്യം, ഇത്രയും കാര്യം ചെയ്തിട്ടും അവർക്കെതിരെ കേസെടുക്കാത്ത പോലീസിനോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ കാര്യത്തിന് നമുക്കൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ആ മേഡം പറഞ്ഞൊരു കാര്യം, അതിനകത്തൊരു കാര്യമുണ്ട്. ഇവിടെ സ്ത്രീകൾ പൊതുസമൂഹങ്ങളിനകത്ത് സ്ത്രീകൾ ഇതുപോലെ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളാണ് നേരിട്ട് വരേണ്ടവർ. അതേ നിങ്ങൾക്കെതിരെ ഒരു നിയമലംഘനം നടന്നിട്ടും നിങ്ങളതിനെതിരെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ തികച്ചും അപലപനീയമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.